അപ്പൊ ഹലോ ഗൈസ്, ഇപ്പോൾ എന്താ പറയണെന്ന് വെച്ചാൽ അപ്പൊ ഗൈസ് നമ്മൾ ആ ടാങ്ക് റീസെറ്റ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ ഫുൾ വെള്ളമൊക്കെ മാറ്റി ഒരു താമരയുടെ ചട്ടിയൊക്കെ എടുത്താക്കി വെച്ച് സെറ്റ് ആക്കാൻ പോണ്. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് ഉടനെ തന്നെ കിടക്കാം. പക്ഷെ വേറൊരു കാര്യം പറയണത്, നമ്മൾ വേറൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു 2 പേരെ ഗത്തിയിലാണ് വാങ്ങിച്ചായിരുന്നു. ആ വീഡിയോ നമ്മളെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇതിൽ തന്നെ അതൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ പരിപാടിയിലിട്ട് ചെറുതാം. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മളെ ടാങ്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് മാറ്റണം. അതിന്റെ അപ്പം നമുക്ക് ഇത് മാറ്റിയിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ഫുൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലാണ് നമ്മൾ മീനൊക്കെ പിടിച്ച് വയ്ക്കുന്നത് കേട്ടാ. ഇത് അത്ര നല്ല കോലമൊന്നും അല്ല. നമുക്ക് ഇത്തിരി വെള്ളം കോരണം. മീനൊന്നും പെടുത്താതെ വെള്ളം കോരി ഇതിലോട്ട് നിറയ്ക്കും. ഗൈസ്, ഇത് ഇത്രയും പായലുണ്ട്. ഈ കുറച്ച് പായല് നമുക്ക് അല്ലെങ്കിൽ പായലൊക്കെ ഇരുന്നോട്ട് പിന്നെ ഗൗരാമിക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഈ ഒരു വലിയ ഇത് ഇനി മീനിനെ പിടിക്കലാണ്. നമ്മളെ പാണ്ടാമോളി കയറിയിട്ടുണ്ട്. സാധാ മോളിയും പാണ്ടാമോളിയും കയറി. നമ്മളെ പ്ലാറ്റിയും കുറച്ച് ഗപ്പിയും കയറി. ഇത് എളുപ്പമാണ്. ബാക്കി പാണ്ടാമോളികളും ഗപ്പിയും കയറി. അതായത് നമ്മൾ ഈ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിക്കകത്ത് ഇതാ ഒരു പ്ലാറ്റിമോനെ ഇടുന്നുണ്ട്. ഇത് പ്രസവിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഫീമെയിലാണ്. ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കും. അടിയിൽ എന്തൊരു കല്ലും ബില്ലും ഒക്കെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിൽ കുറെ കൂടെ ഇനി വെള്ളം നിറയ്ക്കണം. അല്ലെങ്കിൽ ഈ ചട്ടി ഇരിക്കൂല. ഗൈസ്, അപ്പൊ നമ്മൾ ഇനി ആ 2 ചെടി അതിൻ്റെ അകത്ത് കൊള്ളാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ചെടി എടുത്ത് തറയിലോട്ട് വെച്ച് ചാടി കയറിയിട്ടുണ്ട്. ഒന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതാണ്. പക്ഷേ കുരിക്കിലോട്ട് വന്ന് വീണിട്ടുണ്ട്. വലിയ പ്ലാറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ 4 വയസ്സുള്ള മോളീനെ കിട്ടണേ കാണിച്ചു തരാം. ഒന്നും കയറിയില്ല. ഗൈസ്, നമ്മളിതിൽ ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു. പക്ഷെ എല്ലാം പിടിച്ചോണ്ട് പോയി. ഇപ്പൊ കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ ബ്രോയൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ റീസെറ്റ് ചെയ്ത് ഫുൾ നല്ലോണം ഫുള്ളൊന്നായിട്ട് നമ്മൾ എല്ലാവർക്കും തരുന്നതിന് ഗ്യാരണ്ടി. ഇതാണ് നമ്മളെ 4 വയസ്സുള്ള ബ്ലാക്ക് മോളിയാണ്. ഞാൻ പറഞ്ഞില്ലേ 4 വയസ്സുണ്ട്. അപ്പൊ ഗൈസ്, 4 വയസ്സുള്ള മോളിനെ ഞങ്ങൾ കാണല്ലോ. അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഫിന്ന് പോലെ ഉണ്ട്. ആ സംഭവം നമ്മളെ ഇപ്പൊ വാങ്ങിച്ച മോളിക്കൊന്നും ഇല്ല. ഉണ്ട്, പക്ഷെ അത്രയും വലുതായിട്ടില്ല. അതിന് തടീനെ കാട്ടിയൊക്കെ കൂടുതൽ ഇതാണ് ഫിന്ന്. അപ്പൊ ഗൈസ്, നമ്മളൊരു ടെക്നിക്ക് ചെയ്യാണ് കേട്ടോ. വരുന്നുണ്ട്. തേച്ചിട്ട് അപ്പൊ ഗൈസ്, ഇത് വറ്റുന്ന സമയം കൊണ്ട് നമ്മ പോയി ഗൗരാമിക്ക് ഡക്ക് വീട് ഇട്ട് കൊടുത്തിട്ട് വരാം. കമോൺ, ഇതിന്നും കുറച്ച് വരാം. എല്ലാത്തിനും ഒരു വഴിക്ക് പോകല്ലേ, കുറച്ച് കൊണ്ടുപോകണം. അന്തസ്. അപ്പൊ ഗൈസ്, ഇതിനും നമ്മൾ കുറച്ച് വയറിട്ട് കൊടുക്കാൻ പോകണം. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. ബീഗൻസ് ആണ് ഫുൾ. ഇവർക്ക് നമ്മൾ കുറച്ച് പായല് തിന്നില്ല. നമ്മൾ കുറച്ച് തോലി അങ്ങനത്തെ കുഞ്ഞു മീനൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. അതാണ് ആകെ ഉള്ളൊരു ജീവിതമാർഗം. അല്ലാതെ പണിക്കൊന്നും പോകാൻ പറ്റൂലല്ലോ മീനുകൾക്ക്. വലിയ കഷ്ടമാണ്. ഇനി നമുക്ക് ഈ ഗൗരാമിക്ക് ഇട്ട് കൊടുക്കാനുള്ളതേ ഇനിയുള്ളൂ. അപ്പം ഗൗരാമിക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിപ്പാരടുത്ത് ഇനി ഇവിടെ
ഇപ്പൊ ആക്റ്റീവ് ആവുന്നല്ലേ? നമ്മള് വായിലിടും. നിങ്ങള് ആ ബ്ലാക്ക് മോളിക്ക് വലിയ ഫിന്നില്ല, നമ്മളതിന്റെ അത്രയും. നമ്മളത് ഓടുമ്പോഴേ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഫിൻ, അതിനതില്ല. നമ്മളെ ഗൗരാമി കണ്ടാ ഗൈസ് ഇതിങ്ങനെ തന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചരിഞ്ഞേ നിൽക്കൂ ഒരു കോർണറിൽ പോയി. അതിന്റെ ഇതാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. അപ്പൊ ഗൈസ് നമ്മൾ ഇതൊക്കെ ഫുൾ വറ്റിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കല്ല് പറക്കിയിടുകയാണ്. കൊച്ചിനെല്ലാം ഞാൻ വേരോടെ പിഴുതെറിയാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇത് മാത്രം ഇടുകയാണ്, കല്ല് ഒച്ചയില്ലാതെ. ഞാൻ കുറെ കല്ല് വാരി ഇട്ട്. അപ്പൊ ഗൈസ് നമ്മൾ അത്യാവശ്യം ഒന്ന് ഓടിച്ച് ഫുൾ തുടച്ചിട്ടുണ്ട്. പറ ഇനി നമുക്ക് ഇതൊന്ന് കല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൽ ആൽഗെ എത്ര വരും നോക്കായിട്ടൊരു പൈസ ചെയ്യണത്. ഇത്രയായി ആൽഗെ വന്നു. അപ്പൊ ഗൈസ് ഫസ്റ്റ് നമുക്ക് ഈ താമര ഇറക്കണം. ഇനി ഇതാണ് നമ്മളെ മെയിൻ പരിപാടി. ഇതിലെ മീനിനെയൊക്കെ പിടിച്ചു മാറ്റിയിട്ട് വേണം ഇറക്കാൻ. ഈ വെള്ളത്തോ ഗൈസ് നമ്മൾ മീനിനെ പഠിക്കുന്നില്ല, തൽക്കാലത്തേക്ക് ഇതിൽ തന്നെ വെച്ചേക്കാം. ഇതിൽ കയറോന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അതിരുന്നിട്ടുണ്ട് ഒരു വിധം. ഇവിടം വരെ നല്ല ചേർത്ത് എന്റെ ബാക്കിലോട്ട് മീനൊക്കെ ഇത് കറക്റ്റ് ഇങ്ങനെ ഇതാകുമ്പോ ഇവിടെയും കാണാം, ഇവിടെയും കാണാം, ഇവിടെയും. ഇനി നമുക്കിതിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടിയാണ്. അതിനു മുമ്പേ ഇതെടുത്ത് ഈ അറ്റത്തോട്ട് കയറ്റി വെക്കുക. എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ ചെടികൾ വെക്കാം. ഇതിന്റെയൊക്കെ നടുക്കിരിക്കട്ടെ. അതിന് നല്ല ആൽഗയൊക്കെ പറ്റിപ്പിടിച്ച് തൊലഞ്ഞിരിക്കണം. ഇതിന് ഈ തറ ഉണ്ടോ ഫുൾ മീനിന്റെ വേസ്റ്റ് ആണ്. ഇത് കൊറേയൊക്കെ നമ്മള് വറ്റിച്ചപ്പോ അങ്ങ് പോയി. ഫുൾ മീനിന്റെ വേസ്റ്റ് ആണ്. ഗൈസ് നമ്മളിപ്പോ ഇതിന്ന് മീനിനെയൊക്കെ പിടിച്ചു മാറ്റി പുതിയ വെള്ളം നിറച്ചിട്ട് എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇറക്കും. 2 ചെടിയും നമ്മൾ വയ്ക്കും സ്റ്റീമി എടുത്തു. അപ്പൊ ഗൈസ് നമ്മള് ആ തീരുമാനം വേണ്ടാന്ന് വെച്ച് എന്നിട്ടതാ ഇതെടുക്കുന്നു. ആറ്റത്ത് തന്നെ വയ്ക്ക, അല്ലെങ്കിൽ നടുക്ക് വയ്ക്കുക. പക്ഷെ മീന് നീന്താ ഒരു സ്പേസ് കാണില്ല. നമുക്കിത് വെക്കണ്ട, മീന് നീന്താ സ്പേസ് കാണില്ല. ഗൈസ് നമ്മൾ ഫസ്റ്റ് മീൻ കുഞ്ഞുങ്ങൾ ഉദ്ഘാടനത്തിന് ഇറങ്ങിയാണ്. നിങ്ങൾ കാണുക, കഴിഞ്ഞു. മീനുകളെല്ലാം ഇട്ടിരുന്നു. ചുമ്മാ ഇനിയുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ കളറുള്ള മത്സ്യമാണ് ഇറങ്ങാൻ പോകുന്നത്. ഫസ്റ്റത്തെ തടിയുള്ളത് എവിടെ? അയ്യോ പറ്റിയിരിക്കും. ഫസ്റ്റത്തെ കളർ മീൻ പോയിട്ടുണ്ട്. അതൊരു വയ്യാത്ത കപ്പി. 24 മണിക്കൂറും അതിന് വയ്യായിക തന്നെ. അത് മുമ്പ് എപ്പോഴും ഹൈബ്രിഡ് ഒരു വയ്യായിക ആയിട്ട് കിടന്നപ്പോ ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടാണ്. കുറച്ചൊക്കെ റെഡിയായി. ഫസ്റ്റത്തെ ആദ്യത്തെ പ്ലാറ്റി കുഞ്ഞിനെ ഇറക്കി, പ്ലാറ്റി തടിയനെ ഇറക്കാൻ പോയാണ്. ഇറങ്ങിക്കോ. 5-6 പ്ലാറ്റി ഉണ്ട്. പോ നിങ്ങള്.
അപ്പൊ ഗൈസ് നമുക്കിവിടെ ഇവിടെ താഴെ നമ്മളെ മൂത്തപ്പടെ വീട്ടിൽ നിന്ന് അകത്തിരുന്ന പാമ്പാണ്. ഇവിടെ തല്ലിക്കൊന്നു മാമയെ കാണിച്ചു തരാം. ഹീറോ, നമ്മളെ ഹീറോ തല്ലിക്കൊന്നിരിക്കയാണ്. എല്ലാം കഴിഞ്ഞപ്പോ കയറി വന്ന അടുത്ത ഹീറോ. ഇത് മാമന്റെ മാസ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് മന്നച്ചേരയാണെന്നാണ് പറയുന്നത്. വീട്ടിന്റെ അവിടെ കട്ടിലിന്റെ അടി ഇരുന്നപ്പോ മാമ പോയി അടിച്ചു കൊന്നിങ്ങടുത്ത്. നിങ്ങളിത് കാണുക, നമ്മളുടെ സർപ്രൈസ് ഉണ്ട്. ബ്രൈഡ് ഗപ്പീനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മൈക്ക് ചാർജ് ഒക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് ഈ ഫീമെയിൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് നമ്മളെ മെയിലിന് എതിലോട്ടാണ്. ഇത് റെഡ്ലെസ് ഗപ്പി എന്നാണ് ഇതിന്റെ പേര്. ഞാൻ ഗൂഗിളിൽ നോക്കി കാണാപ്പാടം പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ആണ്. അതല്ല, ഇതിന്റെ ഫീമെയിൽ പ്രഗ്നന്റ് ആണ്. പക്ഷെ നമ്മൾ മെയിലിനെ മാറ്റാൻ നമുക്ക് വേറെ സാധനമില്ല, അതുകൊണ്ട് നമ്മൾ മാറ്റുന്നില്ല. ഒരു ഫൈറ്റർ കുഞ്ഞ് ഇതിനെ കാണാൻ നിങ്ങൾക്ക് പറ്റൂല. മൈക്രോസ്കോപ്പ് ഇട്ട് നോക്കിയാലേ കാണാൻ പറ്റൂ. ഈ ഫീമെയിൽ ഇന്നലെ ലോഡ് ഇറക്കി കേട്ടാ. കണ്ടിരിക്കുന്നു ഗൈസ് നിങ്ങൾ. ഈ ഫീമെയിൽ ഇന്നലെ ലോഡ് ഇറക്കിയിട്ടുണ്ട്. ആ വലിയ ഫീമെയിൽ നമ്മൾ ഇതാ ലോഡ് ഇറക്കിയ കുഞ്ഞുങ്ങളല്ല കേട്ടാ. ഇത് നമ്മളാ വലിയ കുഞ്ഞുണ്ടായിരുന്നേന്ന് പിടിച്ചതിലോട്ടിട്ടാണ്. ഇത് കണ്ട, ഈ മെയിലും ചത്തുപോയി. നമ്മളെ മീനിനൊക്കെ എന്തു പറ്റി? ഈ മെയില് ചത്തുപോയതല്ല, എന്തോരോ പിടിച്ചോണ്ട് പോയ. ആ മെയിൽ ഓവർഫീഡായി ചത്തുപോയി. മറ്റേ ഫീമെയിലിന്റെ ഇതിനുണ്ടാ. ഇതുകൊണ്ട് 2 എണ്ണേ ഉള്ളൂ. ഇത് സ്പാം കളക്ട് ചെയ്ത് ബ്രീഡായതാണ് കേട്ടോ. ഇത് 10 കുഞ്ഞുങ്ങളെ കിട്ടി. ഇതിന്റെ മെയിലിന് ഇതിനെ തന്നെ കലി വന്നപ്പോൾ കൊത്തിയാൻ കൊന്നു. ടെററാണ്. ഇതിൻ്റെയൊക്കെ എണ്ണ അത്യാവശ്യം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ നോക്കുമ്പോൾ നമ്മൾ പിടിച്ചങ്ങ് കൊടുക്കും. ഇനി ഞാൻ കൊടുപ്പില്ല, അത് വേറൊരു കാര്യം. ഇനി ഇത് കണ്ടാ, ഇത് നമ്മളെ ഫുൾ വൈറ്റിൻ്റെ കുഞ്ഞ്. ഇത് ഏതിൻ്റെ മറന്നും പോയല്ല, ഫുൾ റെഡിൻ്റെ പൊടിക്കുഞ്ഞുങ്ങൾ, ഫുൾ റെഡ് കുഞ്ഞുങ്ങൾ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നമ്മൾ ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞ് ലോഡറാക്കിയ മക്കൾ, ചില്ലി മൊസൈക്കിൻ്റെ അമ്മ ലോഡറാക്കിയ മക്കൾ വയലൊക്കെ അങ്ങോട്ട് കണ്ടാ. ആ ഒരു ഗ്രൂപ്പായിട്ടാണ് യാത്ര ചെയ്യാറ്. ഇത്ര മക്കളാണ്, അതൊരു 10-11 മക്കളെ കാണും, ചാൻസ് ഉണ്ട്. ഇനി എന്നും കാണിക്കുന്ന തന്നെ എങ്കിലും നമുക്ക് കാണാം. നമ്മളെ ഹൈബ്രിഡ് കണ്ട ഇതിൻ്റെയൊക്കെ എണ്ണ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുപ്പില്ല എന്ന് നേരത്തെ പറഞ്ഞു. നിങ്ങൾ ഒക്കെ കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് ഗൈസ്, ഇതിലൊക്കെ നല്ലോണം പിടിച്ചു വരട്ടെ എന്ന്. നല്ലോണമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവിട്ട് അപ്പം നമ്മൾ തരാം. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് എന്നും കാണിക്കുന്നത് തന്നെ, എങ്കിലും ഒന്നും കൂടെ കാണിക്കാം. നോക്കോ, നോക്കോ ഇവിടെ വേണം എത്തിയിടുന്നു. കണ്ട ഒന്ന് അതിൻ്റെ അകത്ത് കയറിപ്പോയി, ഒന്ന് ഇതാവുണ്ട്. പൊട ഇതിൻ്റെ അകത്ത് സേഫായിട്ട് ഇരിപ്പുണ്ട്. അതാണ് നമ്മളെ കൂട്ടത്തിലെ ഭീകരൻ. ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്പോട്ടഡ് കാണും. ഞാൻ ഭയങ്കര പ്രവചനത്തിൻ്റെ ഉസ്താദാണ്. ഉണ്ട് സ്പോട്ടഡ് സ്പോട്ടഡ് ഉണ്ട്. സ്പോട്ടഡ് കണ്ട, ഇതെല്ലാം സ്പോട്ടഡ് ഞാൻ കണ്ടു. എല്ലാ മുഷീനെയും കണ്ടു, നമ്മളെല്ലാത്തിനെയും കണ്ടു. ഇത് നമ്മുടെ കുറച്ച് ക്ലൂസ് പൊടികളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മളെ വൈൻഡപ്പ് എടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളൊരു സന്തോഷത്തിനെ അതിനു മുമ്പ് നമുക്ക് നമ്മളെ പുലിവായക്കും കൊണ്ടൊരു മീൻ ഇട്ട് കൊടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കഴിച്ച് സ്പോട്ടിലടിയാണ്. അപ്പോൾ ഓക്കെ, മിസ് ചെയ്യൂ.